فأغثني وأجرني يا مجير من السعير يا غياثي يا ملالي في ملمات الأمور നരകത്തിൽ രക്ഷപ്പെടുത്തണേ, എന്നെ സഹായിക്കണേ എന്ന് ആ നബിയോട് പ്രാർത്ഥനയില്ലേ? ഇത് ശിർക്കാണ് എന്ന് ഈ കാലം വരെയും ഞങ്ങൾ പഠിപ്പിച്ചു. ആ ആയത്ത് മുഴുവനും അതിന് ബാധകമാണ്. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞത് ശരി തന്നെയാണ്. അതുകൊണ്ടാണ് ഉമർ മൗലവി പറഞ്ഞത് എന്ത് അതിഗുരുതരമായ മറ്റു താത്വിക വശം മൗലിദ് കഴിക്കുന്നത് ഉണ്ട്. അതായത് സൃഷ്ടിക തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗലിദ്. ഉദാഹരണം, മുഹീദ്ദീൻ ശൈഖിനെ പൊരുത്തം മോഹിച്ച് ആരെങ്കിലും ബദർ മൗലിദ് ഓതാറുണ്ടോ? ഇല്ല. മറിച്ചും അങ്ങനെ തന്നെ ആരുടെ രക്ഷയും പൊരുത്തവുമാണോ ഓതുന്നവനും ഓദിക്കുന്നവനും ആശിക്കുന്നത്, അവരുടെ പേരിൽ നിർമ്മിതമായ മൗലിദാണ് അവിടെ കഴിക്കപ്പെടുന്നത്. ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിന്റെ കഴമ്പാണതാനും. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഏതാ അപ്പോഴത്? അല്ലാഹു അക്ബർ. അതെ, ഇർഫാന്റെ കളവ് പൊളിഞ്ഞപ്പോ സ്വന്തം തക്ബീർ ചൊല്ലി. അതാ സംഭവിച്ചത്. കണ്ടകള്, ഇർഫാന് മൂടി വെച്ചത് നമ്മൾ വായിച്ചപ്പോ ഓല് പോലും തക്ബീർ ചൊല്ലി. അല്ലാഹു അക്ബർ. അതെ, ഇനി നിങ്ങൾ ഇസ്ലാഹ് വായിക്കണോ? ഒക്കെ നിങ്ങൾ വായിപ്പിച്ചേരാ. അൽ മുർശിദ് വായിക്കണോ? എല്ലാം വായിപ്പിച്ചേരാ. നിങ്ങൾ എന്തേ മൂടി വെച്ചത്? ഗർഭം മൂടിക്കുന്ന പോലെ ഒരു പറയാൻ ഒരു പേടി. എന്തേ വായിക്കാത്തത്? നിങ്ങൾ വായിപ്പിക്കുക ഞങ്ങളെ കൊണ്ട്. അതുകൊണ്ട് മുസ്ലിയാരെ, ഇത് ശുദ്ധമായ ബിദ്അത്താണ്. അതിന്റെ ഭാഗമായി നിങ്ങൾ ചൊല്ലുന്ന പദ്യഗദ്യങ്ങളിൽ ശിർക്കുണ്ട്. അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് ഔലിയാക്കന്മാരെ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന വരികൾ അതിലുണ്ട്, കള്ളക്കഥകൾ അതിലുണ്ട്, കെട്ടുകഥകൾ അതിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നബി പ്രകാശം ചോദിച്ചത് ഫതാവ ഹദീസിയ പറഞ്ഞ ഫതാവ ഹദീസിയ പോലുണ്ട്. അതിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ ചോദിച്ചെന്താ? അമ്പിയാക്കന്മാർ സൃഷ്ടിച്ചത് ആ നൂറിൽ നിന്നാണ്. സ്വർഗം സൃഷ്ടിച്ചത് ആ നൂറിൽ നിന്നാണ്. അർശും കുർസിയും സൃഷ്ടിച്ചത് ആ നൂറിൽ നിന്നാണ് എന്ന് എവിടെ ഉണ്ടെന്ന് ചോദിച്ചത്. അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഫതാവ ഹദീസിയ ഉണ്ടായ ഹദീസ് ഉണ്ടാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഹൈത്തമി പറഞ്ഞു പരി കൊണ്ടേക്കോളി, വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതിന് ആയത്ത് ഹദീസ് പറയും. ഹൈത്തമി പറഞ്ഞു വലിയ കാര്യം. എന്താണ് ഒരു ഹൈത്തമി? സയ്യിദി മഖ്ദൂമിന്റെ ഉസ്താദ് ഹൈത്തമി എന്നത് അല്ല, സ്വഹാബി താബിയൊന്നുമല്ല. അതുകൊണ്ട് ആയത്തുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടിരുന്നത്, ഹദീസല്ലേ പറയേണ്ടിരുന്നത്, സനദല്ലേ വായിക്കേണ്ടത്. ഇപ്പൊ സനദ് വേണം സനദ് വേണമെന്നാ. എന്തിന്? തർക്കമില്ലാന്നതിന് തർക്കണ്ട് സനദ് വേണം. എന്താ പത്? വല്ലാത്ത കഥയിൽ പോയി. അതുകൊണ്ട് മുസ്ലിയാരെ സാധാരണക്കാരെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ സാധാരണക്കാരെ കൊണ്ടിട്ടില്ല അധികമൊന്നും മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്നു. എന്താ കാരണം? അപ്പോഴത്തെ തക്ബീർ ചൊല്ലുന്നു. ആ തൊഴിലാളികളെയും കൂട്ടി വന്നു, ഈ നാട്ടുകാരെ കൊണ്ടുവന്നില്ലല്ലോ. എന്തേ കാരണം? അത് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ CD നാളെ കേൾക്കും, ഇത് പുറത്തിറങ്ങും, മനുഷ്യന്മാരെ കേൾക്കും എന്നെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് മുസ്ലിയാരെ, നിങ്ങൾ പറയാതെ പോയാൽ ഒരു പക്ഷെ ഇവിടുന്ന് പോകാൻ പറ്റിയേക്കാം. സമൂഹം നിങ്ങളെ വിടില്ല. നബിദിനാഘോഷം സുന്നത്താണ് എന്ന് വിശ്വാസത്തിൽ നിങ്ങൾ പറഞ്ഞു, അത് പ്രതിഫലാർഹമാണെന്ന് പറഞ്ഞു, ആയത്തുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു, ഞങ്ങൾ പിടികൂടി ദുർവ്യാഖ്യാനമാണെന്ന് പറഞ്ഞു. തഫ്സീർ ചോദിച്ചു, നിങ്ങൾ തഫ്സീർ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആകെ വായിച്ച് KM മൗലവി, EK മൗലവി, അൽ മുർഷിദ്, ഉമർ മൗലവി, അത് തന്നെയും പകുതി കട്ടിട്ടാണ് വായിച്ചത്. ബാക്കി ഒന്ന് വായിച്ചു. നമ്മൾ ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ ഞങ്ങൾ വായിക്കും. അൽ മുർഷിദ് ഞങ്ങൾ കുറച്ച് വായിക്കാനുണ്ട്. ഇവിടുന്ന് നിങ്ങളെ മുമ്പ് വായിക്കാൻ കുറച്ച് കാലം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ വായിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ നിങ്ങൾ ഏതൊക്കെ കൊണ്ടെന്നോ അതൊക്കെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ബാക്കി വായിച്ച് സമുദായത്തെ ബോധ്യപ്പെടുത്തും. പക്ഷേ നബിദിനാഘോഷം തെളിയിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. വിശദീകരണം കഴിഞ്ഞിട്ടില്ല, മറുപടിയും കഴിഞ്ഞിട്ടില്ല, ഈ ചോദ്യത്തിന് ഏതായാലും കഴിയില്ല. അതുകൊണ്ട് ഈ സമൂഹം തിരിച്ചറിയട്ടെ, അങ്ങനെ ആഘോഷമില്ല. അത് ജൂതന്റേതാണ്, അത് ഷിയാക്കളുടേതാണ്, അത് സൂഫികളുടേതാണ്. ജൂതന്മാർ തുടങ്ങി വെച്ചു. അതിൽ നിന്ന് മാതൃകയാക്കിക്കൊണ്ട് ഷിയാക്കളെ ഏറ്റെടുത്തു. 4ാം നൂറ്റാണ്ടിൽ ഷിയാക്കളിൽ നിന്ന് മുല്ല ഉമർ എന്ന സൂഫി വര്യൻ ഏറ്റെടുത്തു. ആ മുല്ല ഉമറിൽ നിന്നാണ് പിന്നീട് മുദഫർ രാജാവ് അത് മാതൃകയായി സ്വീകരിച്ചത്. അല്ലാതെ നബിയിൽ നിന്നല്ല, സ്വഹാബത്തിൽ നിന്നല്ല, താബിഈകളിൽ നിന്നല്ല. ഉബൈദിയ്യാക്കൾ എന്ന ഷിയാക്കളിലെ ഉഗ്രവാദി തീവ്രവാദികളായ ഉബൈദിയ്യാക്കള്, ഫാത്തിമിയാക്കള്, അവരല്ലേ ഏർപ്പാട് കൊണ്ടുവന്നത്. ആ ഷിയാക്കളുടെ സുന്നത്താണോ കൂട്ടരെ ഖുർആൻ സ്ഥാപിക്കുന്നത്? എവിടെ? ചോദ്യത്തിന് മറുപടി ഇതാ. കമ്പിലടക്കം കേരളത്തിൽ ഉടനീളം വിതരണം ചെയ്ത ലഘുലേഖയിൽ പറയുന്നു, റബീഉൽ അവ്വൽ 8, 10, 12, 17, 18 എന്നിങ്ങനെ ജന്മദിനത്തിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വഫാത്ത് 12-നാണ് എന്നതിൽ തർക്കമില്ല. നിങ്ങൾ പറഞ്ഞു ഇപ്പൊ തർക്കമുണ്ട്. ഫൈസൽ മുജാഹിദിന്റെ ബുക്കിന് മറുപടി എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫൈസലിനോട് പറയാൻ, ഈ വിതരണം ചെയ്ത ലഘുലേഖ വിതരണം ചെയ്ത മുജാഹിദുകളാകുന്ന കേരളത്തിലെ നിങ്ങളുടെ ദേവാവിങ്ങിന്റെ പ്രവർത്തകരോട് പറ, ഇതിന് മേലിൽ വിതരണം ചെയ്യരുതെന്ന്. ചുരുട്ടി അറിയുന്നു ഞങ്ങള്. രണ്ടാമത് വലിയൊരു ലഘുലേഖയിൽ വീണ്ടും പറയുന്നു,
എന്നാൽ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ഫൈസൽ ഇവിടുന്ന് പറയുന്നു തർക്കമുണ്ട്. ഞങ്ങൾ വലിച്ചെറിയുകയാണ്. മൂന്നാമത് ഇതാ കണ്ടോളൂ, നിങ്ങളെ ചങ്ങലേരിക്കാരൻ എഴുതിയ പുസ്തകം, ഈ പുസ്തകത്തിൽ പറയുന്നു റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഫൈസൽ പറയുന്നു മുജാഹിദിന് മറുപടി, നിങ്ങൾ വേദി മാറിയിരിക്കലാ ഗുണം. ഇനി പിന്നെ നമ്മളെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വേറെ എന്തൊക്കെയോ പറയുകയാണ്. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടും, പറ്റിയ പണിയാണ്. ഇനി ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങളുടെ വാദത്തിന് വിശുദ്ധ ഖുർആനിലെ ഒരു തെളിവുദ്ധരിക്കാൻ സാധിക്കുമോ? ചോദ്യമാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആയത്തോതി, ഏതായത്തോതിയത്? അദ്ദേഹം പറയാൻ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഉമർ മൗലവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആദ്യ അവസാനം കേട്ടോക്കൂ. പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമാകാത്ത മൗലിദ് ആയാൽ പോലും, ഫൈസൽ മൗലവി നിങ്ങൾ പദ്യയുടെ പാടണ്ട, അതൊന്നും ഇല്ലെങ്കിൽ പോലും, മൗലിദ് ആണെങ്കിൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. നിങ്ങൾ കുറെ പദ്യങ്ങൾ പാടിയിട്ട് ശിർക്കാണെന്ന് പറയണ്ട. പദ്യങ്ങളില്ലെങ്കിൽ പോലും, അങ്ങനെയുള്ള ഗീതങ്ങളില്ലെങ്കിൽ പോലും മൗലിദ് ആഘോഷം തന്നെ ശിർക്കാണെന്നാണ് ഉമർ മൗലവി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പദ്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതില്ലാത്ത മൗലിദ് ശിർക്കാണെന്ന് പറഞ്ഞാൽ തെളിവോത് നിങ്ങള്. അതെന്താ ഞങ്ങൾ ചോദിക്കാൻ കാരണം എന്നറിയോ? കമ്പിലുള്ള വ്യവസ്ഥ നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ വാദം നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണെന്ന വാദം മുജാഹിദ് വാദം തെറ്റാണെന്നാണ്. മുജാഹിദിനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ശിർക്കാണെന്ന് വാദമുണ്ടെങ്കിൽ എഴുതൂ. കമ്പിൽ ഒരൊറ്റ കുട്ടിയും നിങ്ങൾ അയച്ച 4 കുട്ടികൾ എഴുതാൻ തയ്യാറായില്ല. അവർക്ക് പേടിയാണ് മുജാഹിദിന് ഈ വാദമുണ്ടോ എന്നറിയാൻ. നിങ്ങളെ അവർ പേടിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എടവണ്ണപ്പാറയിൽ ഞങ്ങൾ മണിക്കൂറുകളോളം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മറുവാദം എഴുതിയത് റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷം തന്നെ ശിർക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വിദ്യാത്തുള്ളൂ എന്നാണ്. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളെ നിലപാടറിയാൻ. നിങ്ങൾ ഇവിടെ ശിർക്കുണ്ട് എന്നും വ്യവസ്ഥയിൽ വന്നപ്പോൾ ശിർക്കുണ്ട് എന്ന് എഴുതാൻ പേടിക്കുകയും എടവണ്ണപ്പാറയിൽ ശിർക്കുണ്ട് എന്ന് എഴുതാൻ പേടിച്ച് 2.5 മണിക്കൂർ ഞങ്ങളുടെ മുമ്പിൽ ചപ്പരച്ചിട്ട് ചോറ് തിന്നാൻ പോയി മുങ്ങിക്കളഞ്ഞ ഫൈസലോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച് ഒരായത്തോടെ മുജാഹിദിന്റെ നിലപാട് മുജാഹിദ് അറിയട്ടെ, വ്യവസ്ഥയിലാൻ വരുന്ന കുട്ടികൾ അറിയട്ടെ. ഖുർആനിൽ ഒരായത്തോതു നബിദിനാഘോഷം ശിർക്കാണ്. നിങ്ങൾ ഉള്ളിലെ പദ്യഗദ്യങ്ങളിലേക്ക് വരേണ്ടതില്ല. കാരണം ഉമർ മൗലവി നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവി പറയാം, നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മൗലിദിനുണ്ട്. ഇല്ലെങ്കിൽ പോലും പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമാകാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. എത്ര വ്യക്തമാണ്? ഇതിന് ഖുർആനിൽ ഒരായത്തോതു. ഈ നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് വ്യവസ്ഥയിൽ മുജാഹിദിന്റെ വാദം ശിർക്കാണ് എന്നത് തെറ്റാണെന്ന് ഞങ്ങൾ വാദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് നിങ്ങൾ പറയാതിരുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ എഴുതേണ്ടി വന്നത്? എടവണ്ണപ്പാറയിൽ നിങ്ങൾ ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മുങ്ങിയത്. ഫൈസൽ മൗലവി, അള്ളാഹനെ പേടിക്കണം. നിങ്ങൾ അള്ളാഹനെ പേടിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ പരിശുദ്ധ ദീൻ കൊണ്ടാണ് കളിക്കുന്നത്. എടവണ്ണപ്പാറയിൽ ഞങ്ങളോട് മണിക്കൂറുകളോളം ഈ മനുഷ്യൻ വാദിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. ഞങ്ങൾ പറഞ്ഞു തെളിയിക്കും, ഞങ്ങൾ സംവാദത്തിൽ തെളിയിക്കും. ചോറ് തിന്നാൻ പോയി. നിങ്ങളെ ഇതിനെന്നെ കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇതാ ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. സമാധാനം. അല്ലാതെ പഠിക്കാനാ പറഞ്ഞു, മൊയ്തീൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായ ആവശ്യമില്ലാതെ അതൊക്കെ വിട്ടു. പിന്നെ ഞാൻ കുറച്ച് പാട്ടെടുപ്പോ മൂപ്പർക്ക് പൂതി പാട്ട് പാടാൻ ഇപ്പൊ പാടി നോക്കിയില്ല. കുഴപ്പമില്ല, പാടിക്കോട്ടെ. കുറച്ചുകൂടി പാടുമ്പോ ശരിയാവും. പക്ഷെ മാല പാടാൻ ധൈര്യമില്ല. എന്നാ ഞാൻ പാടിയ പാട്ട് പാടിട്ട് ഗണ്ണിക്കണ്ട് അത് അങ്ങനെയല്ല, എങ്ങനെയാണ് അത് ധൈര്യമില്ല. മൂപ്പര് ഞാനൊരു പാട്ട് പാടിച്ചിട്ടുണ്ടാ, അത് പാടിക്കോളി, പരി പോയി പാടിക്കോളി, കുഴപ്പമില്ല. അപ്പൊ വിഷയം അതല്ല മുസ്ലിയാരെ. ഇനിയിപ്പോ ഈ നോട്ടീസ് എടുക്കണോ എന്റെ വാക്കെടുക്കണോ? നിങ്ങൾ തൽക്കാലം രണ്ടും എടുക്കണ്ട. നബിദിനാഘോഷം സുന്നത്ത തെളിയിക്ക്, അത് തെളിയിക്ക്. നബിദിനാഘോഷം സുന്നത്താണ്, അതിനായത്തുണ്ട്. നിങ്ങൾ ഒരു ആയത്ത് ശരിയാണ്, അത് തെളിയിക്ക്. അതല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഉറച്ചെടുക്കുന്നു. സ്വാഭാവികം ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഉമർ മൗലവി എഴുതിയതും അങ്ങനെ തന്നെയാണ്. ഇസ്ലാഹിൽ വന്നതും അങ്ങനെ തന്നെയാണ്. അൽ മുർഷിദ് വന്നതും അങ്ങനെ തന്നെയാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടെടുക്കുന്ന ആഘോഷം ഉണ്ടല്ലോ, ശിർക്ക് തന്നെ, ശിർക്ക് തന്നെ, ശിർക്ക് തന്നെ, ഒരു സംശയമില്ല. എന്റെ വ്യവസ്ഥ ഇപ്പൊ സുന്നത്ത് എഴുതാൻ പേടികൾക്ക്. ഈ മനുഷ്യന്മാർ എത്ര വർഷം ചോദിച്ചു സുന്നത്തിന് എഴുതാൻ, എഴുതാൻ പറ്റൂല. എന്നാ ഇസ്ലാമികൾ എഴുതാൻ പറ്റൂല, അത് എഴുതിയില്ലല്ലോ. സുന്നത്താന്ന് എഴുതാൻ ധൈര്യം ഉണ്ടായില്ല, ഇസ്ലാമികാന്ന് എഴുതാൻ ധൈര്യം ഉണ്ടായില്ല. പിന്നെ എഴുതിയെന്താ? നബിദിനാഘോഷം ശിർക്കല്ല, അല്ല ചൊറുക്കുള്ളവാണ്.
നബിദിനാഘോഷം ശിർക്കല്ല. നിങ്ങൾക്ക് വാദമൊന്നുമില്ല, ഇത് അത് സുന്നത്താണെന്നോ അല്ലെങ്കിൽ വാജിബാണെന്നോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ഹുക്മ നിങ്ങൾക്കില്ല, ശിർക്കല്ല. പക്ഷെ ബാനർ വന്നപ്പോഴോ ഇസ്ലാമികമോ അനിസ്ലാമികമോ, അപ്പൊ മൂലയന്മാരെ കുടുങ്ങി. ഇതെന്നെ പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിയാരെ എന്തിനാ ഈ ഒച്ചപ്പാടുമ്പോഴൊക്കെ നിങ്ങൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ തീരുമാനിച്ച കുറച്ച് ഒച്ച ഉണ്ടാക്കുക മറ്റു പ്രശ്നമാണ്. ആളുകൾ വിചാരിക്കും എന്തോ ഒരു കുറവുണ്ട്, അത് വിചാരിച്ചു കഴിഞ്ഞു. അവിടെ ഇനി ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ സമയം കഴിഞ്ഞു. മുസ്ലിയാർ നിങ്ങൾ തെളിവുണ്ടെങ്കിൽ പറയും, അതാണ് വേണ്ടത്. അതുകൊണ്ട് ഷാഫി സ്വലാഹിയിലും കുഴപ്പമില്ല, ഉമർ മൊയ്‌നിയിലും കുഴപ്പമില്ല, ഇസ്ലാഹിലും കുഴപ്പമില്ല, അൽ മുർഷിദിലും കുഴപ്പമില്ല. അൽ മുർഷിദ് എന്താ പറഞ്ഞത്? അൽ മുർഷിദ് പറയാ, എന്നാൽ റബീഉൽ മാസത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. റബീഉൽ അവ്വൽ മാസം വന്നാൽ വീട് തോറും മൗലിദ് ഓതുന്ന സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചരിത്രങ്ങൾ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകളാവട്ടെ നമ്മൾ അധികം പേർക്കും അറിഞ്ഞുകൂടാ അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അതിലില്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളിലും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസമുണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയുള്ള മൗലിദ്, ഇനി കേട്ടോ, അറബി ഭാഷയുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിരുന്ന് ചൊല്ലി പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്. മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കയില്ല. ചൊല്ലിക്കുന്നതിന്റെ സ്ഥിതിയും അത് തന്നെ. റബീഉൽ അവ്വൽ കൊണ്ടാടുന്നത് ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? അല്ല. പിന്നെ എങ്ങനെ? ഖുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി, നബിയെ പിൻപറ്റിക്കൊണ്ടാണ് ആ നബിയോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ മുർഷിദുള്ളത് എന്താ മുസ്ലിങ്ങൾ വിചാരിച്ചത്? ഇനി അടുത്ത മുർഷിദ് എടുക്കണോ? അടുത്ത ചാൻസ് എടുത്തുതരാ, ഒക്കെ വായിപ്പിച്ചുതരാ. അപ്പൊ ഏതായാലും വഫാത്ത് തർക്കണ്ടതാണോ? നബാത്തി ഖുത്ബ നിർത്തിക്കാളി. നബാത്തി എന്താ പറഞ്ഞത്? വഫീ മിസ്ലി ശഹരിക്കും ഹാദാ, ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ ആ നബിയുടെ അവധി അവസാനിച്ചത് എന്ന് നബാത്തിയിലുണ്ട്. നിങ്ങൾ ഇപ്രാവശ്യം റബീഉൽ അവ്വലിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വെള്ളിയാഴ്ച മിമ്പറുമെന്ന് ഓതിയ ഖുത്ബയല്ലേ? ആ ഖുത്ബ നിങ്ങളാണ് പറഞ്ഞത് ഈ മാസത്തിലാണ് ജനിച്ചത്, ഈ മാസത്തിലാണ് വഫാത്തായത്. ഞാൻ തർക്കണ്ട് എന്നാണ്. ആയിക്കോട്ടെ, തർക്കണ്ട്. ആരാ പഞ്ചാബ് വന്ന്? അതുകൊണ്ട് നബിദിനാഘോഷം തെളിയുമോ? നബിദിനാഘോഷമല്ലേ തെളിയേണ്ടത്? അത് തെളിവല്ലേ പറയേണ്ടത്? അതാ ഞങ്ങൾ പറഞ്ഞത്. ഇത് ബിദ്അത്ത് തന്നെയാണ്. ഇത് ജൂതന്റെ ആചാരമാണ്. ഇത് ശിയാക്കളുടെ ആചാരമാണ്. ആ ശിയാക്കളിൽ നിന്ന് സൂഫിയായ മുല്ല ഉമർ ഏറ്റെടുത്തതാണ്. ആ മുല്ല ഉമറിൽ നിന്ന് മുലഫർ രാജാവ് കൊണ്ടുവന്നതാണ്. മലിക്കുൽ മുലഫർ ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന. മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. ആരാ പറഞ്ഞത്? മൗലിദ് കഴിക്കണം എന്ന് പറഞ്ഞ തഴവ, കഴിച്ചാ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ തഴവ, നിങ്ങളെ സ്വന്തം തഴവ. അദ്ദേഹം പോലും പറഞ്ഞു മുലഫർ ഉണ്ടാക്കിയതാണ്. അതല്ലേ ഇതിലാസല് ഷിയാക്കൾ കൊണ്ടുവന്നത്, ജൂതനിൽ നിന്ന് കടമെടുത്തത്. അതാ നബി തങ്ങൾ പഠിപ്പിച്ചത്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഅ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ജൂതന്റെ വഴിയെ ക്രൈസ്തവന്റെ വഴിയെ ഈ ഉമ്മത്ത് പോകുമെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞില്ല, യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു. അതുകൊണ്ട് അപ്പുറത്ത് ഹാപ്പി ക്രിസ്മസ്, ഇവിടെ ഹാപ്പി മീലാദ്. അവിടെ ക്രിസ്ത്യൻ പള്ളി അലങ്കരിക്കുന്നു, ഇവിടെ സമസ്ത പള്ളി അലങ്കരിക്കുന്നു. അവിടെ കേക്ക് മുറിക്കുന്നു, ഇവിടെ കേക്ക് മുറിക്കുന്നു. അവിടെ ഉണ്ണിയേശു, ഇവിടെ ഉണ്ണി മുഹമ്മദ്. ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായി. എന്തൊരു ബേജാറ്, കേക്ക് മുറിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ കഴിയുമെങ്കിൽ എത്ര സ്ഥലത്ത് അങ്ങനെ കൂടി 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 വരികയാണ്. പുൽക്കൂടടക്കമുണ്ടായി. ഇതൊക്കെ എവിടുന്നാണ്ടായി ഇർഫാനി? ഈ സമൂഹത്തോട് ആത്മാർത്ഥമായി പറഞ്ഞോടത്തൂടെ സഹോദര, ഇത് ആവശ്യമില്ല, ഇത് ശരിയല്ല, ദീനല്ല, ഇതൊക്കെ പിൽക്കാലത്ത് വന്നതാണ് എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ്. ഈ സമൂഹം നിങ്ങളെ വിശ്വസിച്ച ഒപ്പം കൂടി നിങ്ങളെ വേഷം കണ്ടിട്ട് നിങ്ങൾ കിതാബുതി പഠിച്ചു വിശ്വസിച്ചിട്ട് ആളുകൾ പിന്നാലെ കൂടിയതാ. പക്ഷേ ആ ആളുകളെ നിങ്ങൾ വഞ്ചിക്കുന്നത്, അവരെയാണ് പറ്റിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ശൈലി ശരിയല്ല. ഉള്ളതുപോലെ പറയുക. ഞങ്ങൾ എത്ര പ്രാവശ്യം നേരത്തെ ചോദിച്ചു, ഈ ആയത്തിന് ഏത് മുഫസ്സിറാ പറഞ്ഞത്? പറഞ്ഞില്ലല്ലോ. 4 ഖലീഫമാരുടെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിച്ച കളവുകൾ ഞങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞെന്താ? അത് തെളിവിന് വേണ്ടി പറഞ്ഞതാണ്, ശക്തിപ്പെടുത്താൻ പറഞ്ഞതാണ്. ശക്തിപ്പെടുത്താൻ കളവ് പറയാമോ എന്ന് ഞാൻ ചോദിച്ചു. കളവല്ല സ്ഥാപിക്കണ്ടേ? ഈ ആയത്തിലുണ്ട് എന്നാ പറഞ്ഞത്. ഈ ആയത്തിനായിട്ട് കാര്യമില്ല. 2 ചോദ്യമാണ് ചോദിച്ചത്. റബീഉൽ അവ്വൽ 12 ഖിലാഫില്ലാന്ന് എഴുതിയതിനെ പറ്റി ലഘുലേഖ ചുരുട്ടി എറിഞ്ഞാനെങ്കിലും ആ പ്രവർത്തകരെ മാനം രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണ്ടേ? ഒന്നും പറഞ്ഞില്ലല്ലോ. 2 അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണെങ്കിൽ, ഇല്ല എന്ന് എന്തിനാ എഴുതി? തെറ്റായി പോയിന്ന് പറ. കുമ്പസരിക്ക് തോപത്. 3 3
2, നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണെന്ന് മുജാഹിദ് വാദം തെറ്റാണെന്ന് കമ്പിലെ പ്രവർത്തകർ മുജാഹിദുകളോട് വാദം എഴുതുമ്പോൾ ശിർക്കാണെന്ന വാദം നിങ്ങൾ എഴുതാൻ പേടിപ്പിച്ച ഘടകം എന്താണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ശിർക്കാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടൊരു ആയത്തോത് ഓതിയോ? ആയത്ത് ഏതായത്ത ഓതിയത്? ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കീഴക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്. മൗലവി ഇങ്ങനെ പഠിച്ചത് അരക്കാണ്, വന്നിട്ട് അരക്കാണ്. 2 ചോദ്യം അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്, മറുപടി തൊട്ടിട്ടില്ല. ആയത്തോതി നിങ്ങൾ തൊട്ടിട്ടില്ല. ഇനിയിപ്പോ ഉമർ മൗലവിന്റെ നേരത്തെ ചോദ്യത്തിൽ ഇപ്പൊ മറുപടി, ഇപ്പൊ ഉറങ്ങണിച്ചിട്ടാണ് ഉമർ കൂർക്കം വലിക്കണത്. ഉമർ മൗലവി അതിൽ പലതും എഴുതിയിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹിനെ പിൻപറ്റണം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയത് കൊണ്ട് ഈ എഴുതിയില്ലാണ്ടാകുമോ? അത് ഉമർ മൗലവിന്റെ വൈരുദ്ധ്യം. ഉമർ മൗലവി ഞാൻ വായിച്ചു തരാം. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്ത് വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നബിനെ പിൻപറ്റണമെന്ന് അപ്പറേതിയതുകൊണ്ട് അതിനെതിരാകൂലല്ലോ, അതവിടെ കിടക്കുകയാണ്. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞുപോയി. ഇനി 3ാമത്തെ ചോദ്യം കേട്ടോളൂ നിങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റബീഉൽ അവ്വൽ മാസത്തിന് ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന നബിയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും വിദഅത്താകുന്ന ഒന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനി റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കാതെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ വിധി എന്താണ്? നിങ്ങൾ വാദത്തുനിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വാദത്തുനിന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്നത് വിദഅത്താന്ന് പറയുമ്പോൾ റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കാതെ റബീഉൽ അവ്വലിലും റബീഉൽ ആഖിർ മാസങ്ങളിലും മറ്റു മാസങ്ങളിലൊക്കെ നബിദിനാഘോഷം നടത്തുന്നതിന്റെ വിധി എന്താണ്? നിങ്ങൾ അതിന് തെളിവായി ഓതി ഫതാവൽ കുബ്രയിലെ തറാവീഹ് നിസ്കാരങ്ങളുടെ ഇടയിൽ സലാത്ത് ചൊല്ലുന്നതിനെ പറ്റി ഇബ്നു ഹജറിനോട് ചോദിച്ചൊരു ചോദ്യവും മറുപടിയും നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ മറുപടി എന്താണ്? തറാവീഹ് നിസ്കാരങ്ങളുടെ ഇടയിൽ സലാത്ത് പ്രത്യേകമായ പുണ്യമുണ്ടെന്ന് കരുതിയാൽ വിദഅത്താണ്, അല്ലെങ്കിൽ വിദഅത്തല്ല, അല്ലെങ്കിൽ അത് സുന്നത്താണെന്നാണ് ഇബാറത്ത് നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചേർത്ത് കൊടുത്ത തെളിവിൽ നിന്നും വാദത്തിൽ എഴുതിയിൽ നിന്നും വ്യക്തമാകുന്നത് റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കാതെ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടൽ വിദഅത്തല്ല എന്നാണ്. വിദഅത്തല്ലെങ്കിൽ അത് സുന്നത്താണോ? കെ മൗലവിയും ഇ കെ മൗലവിയും നിങ്ങളുടെ മൗലവി കുഞ്ഞിക്കുട്ടി മൗലവി ഒക്കെ പറഞ്ഞതുപോലെ അത് നടമാടാൻ അതിവിടെ നടത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? അതിന്റെ വിധി എന്താണ്? നിങ്ങളുടെ വാദത്തിന്റെ മർമ്മത്തുന്ന ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ വാദം എഴുതിയപ്പോ എന്ത് കണ്ടിട്ടാ എഴുതിയതിന് മറുപടി പറയാൻ നിങ്ങൾ അരച്ചാ പറ്റൂല. നിങ്ങളെ സ്ഥിരം സ്വഭാവമാണ് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ ചപ്പരക്കൽ ഫൈസൽ മൗലവിയുടെ സ്ഥിരം സ്വഭാവമാണ്. നിങ്ങൾ നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ വാദം എഴുതാൻ ഭയപ്പെട്ടു. കമ്പനിയിലുള്ള പ്രവർത്തകർ മണിക്കൂറുകളോളം മദ്രസയിൽ വെച്ച് നിങ്ങളെ എഴുതിക്കാൻ ശ്രമിച്ചു. പക്ഷേ സംവാദം നടക്കട്ടെ എന്ന നിലക്ക് നിങ്ങൾ കൊണ്ടുവന്ന വാദം, നിങ്ങൾ അരച്ചെഴുതി കൊണ്ടുവന്ന വാദം എഴുതിയിട്ട് സംവാദം നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ സമ്മതിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, പ്രത്യേകത കൽപ്പിക്കാതെ അത് നടത്തുന്നതിന്റെ വിധി എന്താണ്? നിങ്ങൾ ഉദ്ധരിച്ച ഫതാവൽ കുബ്രന്റെ തെളിവിൽ നിന്ന് മനസ്സിലാകുന്നത് തറാവീഹ് നിസ്കാരങ്ങളുടെ ഇടയിൽ സലാത്ത് പ്രത്യേക സുന്നത്തില്ലെന്ന് കരുതി നടത്തിയാൽ അത് സുന്നത്താണെന്നാണ്. പ്രത്യേകം സുന്നത്തില്ല എന്ന് കരുതിയാൽ അത് സുന്നത്താണ്, പൊതുവായ സുന്നത്തിൽ പെടുന്നതാണ്. അതിൽ നബിദിനാഘോഷം പെടുമോ? റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടൽ അതവിടെ പ്രത്യേകമാണെന്ന് നിയ്യത്തില്ലാതെ, അത് പ്രത്യേക സുന്നതമാണെന്ന് കരുതാതെ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നബിദിനാഘോഷത്തിന്റെ വിധി എന്താണ്? മുജാഹിദ് പ്രസ്ഥാനം വ്യക്തമാക്കണം നിലപാട്. അപ്പൊ ഏതായാലും പ്രത്യേകത ഉണ്ട് തെളിയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി, അത് ഉറപ്പായി. അപ്പൊ ചോദ്യം എന്ത്? പ്രത്യേകത കൽപ്പിക്കാതെ ആഘോഷിച്ചാലോ? മുസ്ലിയാരെ ആഘോഷിക്കുമ്പോ പ്രത്യേകത ആയില്ലേ? ആഘോഷിക്കുമ്പോ തന്നെ പ്രത്യേകത ആയില്ലേ? ഇനി കൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ ഇലാഹാന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുന്ന പോലെ അല്ലാതെ എന്താ നോക്കെ? ഇലാഹാന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ചത് ഇലാഹായില്ലേ എന്ന് പറഞ്ഞ പോലെ പ്രത്യേകത കൽപ്പിക്കാതെ ആഘോഷിച്ചാലോ? ആഘോഷിക്കുമ്പോ പ്രത്യേക കൽപ്പിച്ചു, അല്ലെങ്കിൽ ആഘോഷിക്കോ? അല്ലെങ്കിൽ ആഘോഷിക്കോ? എന്താ മുസ്ലിയാരെ നിങ്ങൾ മലയാളം വായിച്ച ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം മനസ്സിലാക്കുന്നത് നിങ്ങൾ പണ്ട് ആരെയും ഒഴിവാക്കി, അതാ പ്രശ്നം വന്നത്. അതാ ഞങ്ങൾ പറഞ്ഞത് അന്ന് ആഘോഷിക്കുമ്പോ തന്നെ പ്രത്യേകതയായി. അതല്ലേ നിങ്ങൾ ഇത്രയും എഴുതി വെച്ചത്? പുണ്യ റബീഇന് സ്വാഗതം, പുണ്യ റബീഇന് സ്വാഗതം. എന്റെയൊക്കെ കൗങ്ങിയോ ഒക്കെ പോയോ? ഇപ്പൊ ലൈലത്തുൽ ഖദറൊന്നും ഇല്ലേ? ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യ നേരത്തെ പറഞ്ഞില്ലേ? അതേപോലെ 2 ആഘോഷം കഴിഞ്ഞാൽ 3ാമത്തെ ആഘോഷം അത് പറഞ്ഞില്ലേ? ഈദുൽ ഫിത്റിനേക്കാളും ഈദുൽ അദ്ഹയേക്കാളും പുണ്യം എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ചോദിക്കാതില്ലെങ്കിലോ ഇല്ല ആദ്യം തുറന്നു പറയും, ഇല്ല തുറന്നു പറയും. മനുഷ്യന്മാർ പറഞ്ഞു കൂട്ടർ അതൊക്കെ ഞങ്ങൾ എഴുതി കളവാണ്. ഒരുപാട് കളവ് പറഞ്ഞ കൂട്ടത്തിൽ ഇതും കളവ് പറഞ്ഞു പോയി. മൊത്താണ് ഹോൾസെയിൽ പിൻവലിച്ചാൽ ഇന്നലെ ആ ചോദ്യം ചോദിക്കുക. അതാ വേണ്ടത്. നിങ്ങൾ സമൂഹത്തോട് പറയും ഒരു പ്രത്യേകതയില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്?
അന്ന് ആഘോഷിക്കുന്നത് മാത്രമല്ല, അന്ന് ആഘോഷിക്കാത്തതിന്റെ പേരിലല്ലേ വഹാബികൾ ആക്ഷേപിക്കുന്നത്? വഹാബികൾ ആക്ഷേപിക്കുന്നതിനാ മുബത്തദിയാണ്, പുത്തൻവാദിയാണ്, നബിയെ സ്നേഹിക്കാത്തവനാണ് എന്തെല്ലാം പറയുന്നു. ഇതെന്തിനാ ആഘോഷിക്കാത്തവന്ന് ഇപ്പൊ ചോദിക്കാൻ പ്രത്യേകത ഇല്ലെങ്കിലോ? അത് പണ്ട് ഒരു മുസ്ലിയാർ വയലു, അള്ളാഹുവിനെ ധിക്കരിച്ച് നിങ്ങൾ പാപങ്ങൾ ചെയ്യരുത്. അപ്പൊ മുസ്ലിയാർ മനസ്സിലാക്കി, അപ്പൊ ധിക്കരിക്കാതെ പാപം ചെയ്യാം, അള്ളാഹിനെ ധിക്കരിക്കാതെ പാപം ചെയ്യാം, അപ്പൊ അല്ലാത്ത വേളമൊക്കെ ഇത് ഇർഫാനിക്കേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കൂടെ ആലോചിച്ചുണ്ടാക്കിയ ചോദ്യം അല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം MP ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പറയും അത് ചോദിക്കണ്ടെന്ന് പറയും. എന്താ അതൊക്കെ പ്രത്യേകത കൽപ്പിക്കാൻ? അപ്പൊ ഈ പ്രത്യേകതയ്ക്ക് എന്തേ കാട്ടികള്? ഇതൊക്കെ പിൻവലിച്ചോ, എല്ലാം ഒഴിവായോ? അപ്പൊ നീ യൂണിസൈബത്തിൽ എന്താ ചെയ്യാ? യൂണിസൈബത്തിൽ എന്താ ചെയ്യാ? നാട്ടെ ആയത്തോതി ഇപ്പൊ പറയാ പ്രത്യേകത കൽപ്പിക്കാതെ എന്താ വിധി? അപ്പൊ ഈ ആയത്ത് പിൻവലിക്കേ, ആയത്ത് പിൻവലിക്കേ, അതോ നിങ്ങൾ പറഞ്ഞ അർത്ഥം ദുർവ്യാഖ്യാനാണ് ഇപ്പൊ തെളിയേ? ഏതാ ഉണ്ടായത്? ഏതാ സംഭവിച്ചത്? അതുകൊണ്ട് മുസ്ലിം ആ പൂജ അവിടെ നോട്ടെ. ആദ്യം 100 കൊല്ലം സമസ്ത ഈ നാട്ടിൽ പ്രചരിപ്പിച്ച ഈ ഖുറാഫാത്തും ഈ ശിർക്കും ഈ ബിദ്അത്തും സമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ട് സമസ്ത പിരിച്ചുവിട്ടിട്ട് വരി. അപ്പൊ നോക്കിയാ ബാക്കി. അല്ല ഇവിടെ നിന്ന് ചോദിക്കുക പ്രത്യേകത കൽപ്പിക്കാതെ അതൊന്നും നടക്കൂല മുസ്ലിയാരെ. മാത്രമല്ല അങ്ങനെ പ്രത്യേകത കൽപ്പിക്കുന്നത് തന്നെ ഉണ്ട്. ആ കൽപ്പിക്കുമ്പോഴാണ് ബിദ്അത്താകുന്നത്. ഞങ്ങളെ വക പറഞ്ഞതല്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ തന്നെ അത് പഠിപ്പിച്ചു. അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്. എന്താ പറഞ്ഞത്? തഖ്സീസ് നൽകുകയില്ല. തഖ്സീസ് വലാ യൻബഗി തഖ്സീസുൽ ഇബാദാത്തി ബിഔഖാത്തിൻ ലം യുഖസ്സിസ്ഹാ ബിഹാ ശർഉ. ശർഉ പ്രത്യേകത കൽപ്പിക്കാത്ത സമയത്ത് ഒരു ഇബാദത്തിനും പ്രത്യേകത കൽപ്പിക്കാൻ പാടില്ല എന്ന് അബൂ ഉസാമ റഹിമഹുല്ലാ ഇമാം നബിയുടെ ഉസ്താദ് എന്തെങ്കിലും സ്വീകരിക്കാത്തത്? അതുകൊണ്ട് ഞങ്ങളെ വകയിലല്ല പ്രത്യേകത കൽപ്പിക്കുന്നു നിങ്ങൾ. റബീഉൽ അവ്വൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് പറയുന്നു 12നെ കുറിച്ച്. അതേപോലെ 3 ആഘോഷമാണ് എന്ന് പറഞ്ഞ മൂന്നാമത്തേത് ഈദ് മീലാദുൻ നബി എന്ന് എഴുതുന്നു. നിങ്ങളുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പോലും ഈ വിഷയത്തിൽ സമാനമായ ആശയം അൽ മുഅല്ലിം മാസികയിലൂടെ പ്രചരിപ്പിച്ചില്ലേ? ഇവിടെ വന്നത് ആ ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ കീഴിലാണല്ലോ. ഇപ്പ ചോദിക്കുക പ്രത്യേകത ഇല്ലെങ്കിലോ? പ്രത്യേകത ഇല്ലാന്ന് ആദ്യം തുറന്ന് സമ്മതിക്ക്, സമൂഹത്തോട് തുറന്ന് പറയി, എന്നിട്ട് വരി ജാമിഅ അൽ ഹിന്ദിലേക്ക്. അപ്പൊ പഠിപ്പിച്ചാൽ എന്താ വേണ്ടി എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിയാരെ നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ, ജൂതന്റെ ആചാരമാണ്, ഷിയാക്കളുടെ ആചാരമാണ്, മുല്ല ഉമർ സൂഫി ഏറ്റെടുത്ത ആചാരമാണ്, മുളഫർ രാജാവി എന്ന രാജാവിന്റെ ആചാരമാണ്. അത് അഹ്ലുസുന്നയുടേതല്ല, അത് സ്വഹാബത്തിന്റേതല്ല, താബിഈകളുടേതല്ല, തബഉ താബിഈകളുടേതല്ല, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾക്ക് ആർക്കും പരിചയമുള്ളതല്ല. അത് ബിദ്അത്താണ്. അതിന്റെ ഭാഗമായി നിങ്ങൾ കൊണ്ടെടുക്കുന്ന പദ്യഗദ്യങ്ങളിൽ ശിർക്കുണ്ട്, കുഫറുണ്ട്, ബിദ്അത്തുണ്ട്, ഖുറാഫാത്തുണ്ട്, കള്ളക്കഥയുണ്ട്, കെട്ടുകഥയുണ്ട്, നബി ആക്ഷേപിക്കൽ പോലും ഉണ്ട് എന്നതാണ് വസ്തുത. അതാ അൽ മുർഷിദ് പറഞ്ഞത്. ഞാൻ വായിക്കും അടുത്ത പ്രാവശ്യം. അൽ മുർഷിദ് ഒന്ന് അടുത്ത വായിച്ചു, ഇനി രണ്ടാമത്തെ അൽ മുർഷിദ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരും. KM ഒന്നും വെറുതെ ഇനിയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഓലവേക്ക് കൂടിയത്, നിങ്ങളെ പിന്നിൽ വിട്ടത്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. എന്താ അൽ മുർഷിദ് എന്നും എന്താ അൽ ഇർഷാദ്. ഇനി കേരളത്തിൽ സ്റ്റേജും അൽ മുർഷിദ് പറയാൻ പാടില്ല, അൽ ഇർഷാദ് പറയാൻ പാടില്ല. കുറച്ച് കാലമായി ഓല കൊണ്ടെടുക്കുന്നത്. KM ആഘോഷിച്ചില്ലേ, KM ആഘോഷിച്ചില്ലേ, ഒക്കെ പഠിപ്പിച്ചേരാ അറബി മലയാളത്തിലാ. അതുകൊണ്ട് കൃത്യമായി വായിച്ചട കേൾപ്പിച്ചു തരും എന്താ വസ്തുത. ഇനി കേരള മണ്ണിൽ നബിദിനാഘോഷം സുന്നത്താണെന്ന് പറഞ്ഞ് MP ദാരിമിയെ കാണുമോ? ഒരിക്കലും കാണാൻ പാടില്ല. കാരണം എന്താ? ആയത്ത് സ്വന്തം അർത്ഥമാണ് വെച്ചത്. അതേപോലെ ഖുലഫാഉർ റാഷിദീനെ പേരിൽ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥയ്ക്ക് തെളിവ് ചോദിച്ചിട്ട് തെളിവിന് വേണ്ടി വന്ന് കളവ് ന്യായീകരിക്കുകയോ? അതുകൊണ്ട് മുസ്ലിയാരെ ഈ രീതി സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇനി ഈ മുസ്ലിം ഉമ്മത്തിനെ കിട്ടില്ല നബിദിനം ആഘോഷിക്കാൻ. അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ പുതിയ പ്രവർത്തകന്മാർ, ഈ 2 മാസങ്ങൾക്കിടയിൽ മുജാഹിദായി വന്നവര് ഈ കൂട്ടത്തിലുണ്ട്. എന്തേ അത്? നിങ്ങളെ കള്ളത്തരം പൊളിയുമ്പോഴാ, നിങ്ങളെ കള്ളക്കഥ പൊളിയുമ്പോഴാ, ഈ ഖുറാഫാത്ത് അത് ബോധ്യപ്പെടുമ്പോ ഈ വന്ന മിക്കവാറും ആളുകൾ സുന്നീന് പോകുന്ന മനുഷ്യന്മാരാ. എന്തേ കാരണം? നിങ്ങളെ ചൊർക്കണ്ട ആദ്യം കൂടി, പിന്നെ മനസ്സിലായി ചൊർക്കനുള്ളൂ, വേറൊന്നുമില്ലാന്ന്. അപ്പം തിരിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ ഇനിയും പോലും ഞങ്ങൾക്കറിയാം കേരള മണ്ണിൽ ഇൻഷാ അല്ലാഹ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ദഅവ പ്രവർത്തനം കൂടിയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ശക്തമായ മുന്നേറ്റം ഉണ്ടാകും. ഞങ്ങൾക്കറിയാം 8 മുഖാമുഖങ്ങൾ ഈ റബീഉൽ മാസത്തിൽ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ നടത്തി. അവിടെയൊക്കെ മുസ്ലിയാക്കന്മാർ വന്നു, അതിന്റെ മാറ്റങ്ങളും ഉണ്ടായി. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് മാറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും മാറും. അതുകൊണ്ട് നിങ്ങൾ കൂടി മാറിയാൽ സമൂഹം പെട്ടെന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് മുജാഹിദ് ആകണമെന്നല്ല, ഈ ഏർപ്പാട് ബിദ്അത്താണ് സമൂഹത്തോട് പറഞ്ഞാൽ മതി. ഇത് ശരിയല്ല, ഇത് ബിദ്അത്താണ്, ഇത് ജൂതന്റേതാണ്, ഇത് ഷിയാക്കളുടേതാണ്, ഇത് സൂഫികളുടേതാണ്, ഇത് ഇസ്ലാമിന്റേതല്ല, നബിയുടേതല്ല, സ്വഹാബത്തിന്റേതല്ല, താബിഈകളുടേതല്ല, അഹ്ലുസുന്നയുടേതല്ല, ഷാഫി ഇമാമിന്റേതല്ല, അബൂ ഹനീഫ ഇമാമിന്റേതല്ല, ഇമാം മാലിക്കിന്റേതല്ല, ഇമാം അഹ്മദിന്റേതല്ല, ഇമാം ബുഖാരിയുടേതല്ല, മുഹ്യിദ്ദീൻ ശൈഖിന്റേതല്ല, റിഫായി ശൈഖിന്റേതല്ല റഹിമഹുമുല്ലാഹ്. ഒരൊറ്റ ഇമാമും പഠിപ്പിച്ചിട്ടില്ല.
പഠിപ്പിച്ചില്ലാന്നോ? ഇതാ നിങ്ങളുടെ KM മൗലവി പറയുകയാണ്. എന്താ പറയുന്നത്? ഇത് ജൂതന്റേതല്ല, ഇത് ജൂതന്റേതല്ല, റബീഉൽ അവ്വൽ മാസം ജൂതന്റേതല്ല, ഇത് ശിയാക്കളുടേതല്ല, ഇത് മുസ്ലിംകളുടേതാണ്. KM മൗലവിയാ പറയുന്നത്. KM മൗലവിയാ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് പരിപാടിന്റെ പരസ്യ അനൗൺസ്മെന്റിനാ വന്നത്. ഞങ്ങൾ അവിടെ പരിപാടി മുഖാമുഖ അനൗൺസ്മെന്റിനാ വന്നത്. മറുപടി പറയണം. ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറയണം. സുന്നത്താണെന്ന് MT താരിഖ് പറയുമോ? ഞാനല്ല ഇബ്നു ഹജർ